ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചെറുതായിട്ടൊന്ന് മീൻ പിടിക്കാൻ പോകും. അലിഗേറ്ററിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയാണ് മീൻ പിടിക്കാൻ പോയത്. അപ്പോൾ ഇന്ന് എന്തായാലും അലിഗേറ്റർ കാരനെ കാണിച്ചിട്ട് അത് എത്ര സൈസായെന്ന് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോ അടിപൊളിയായിരിക്കും. അവിടെ പോയിട്ട് കിടിലം കാഴ്ചകളുണ്ട്. കിടിലം സ്ഥലത്താണ് നമ്മൾ പോയത്. അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ കേട്ടോ. പിന്നെല്ലാം ഉണ്ട് അടേ, അത് പോയി കേട്ടോ. കളയല്ലേടെ ഇതും കൊണ്ടുപോയി ഇല്ല, പൊന്നു പോലെ നോക്കിക്കോളാം. മീൻ പിടിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതാണ്. കാണിക്കണുണ്ടോ? ഇവിടുത്തെ പ്ലെയർ, ഇവിടുത്തെ മറ്റേ ഡ്രിമ്മർ. ഇമാരെ കൊണ്ട് എങ്ങനെയാ എന്തോ മീൻ പിടിക്കാൻ. അവൻ്റെ വീടിൻ്റെ അടുത്താണ് എന്തോ ചാനലുണ്ട്, ചാനലത്തോടെ ഉണ്ട്. അവിടെ പോകണം. വരുമോ ഇന്ന്? നിങ്ങൾ വന്നാലേ ഇറങ്ങാൻ പറ്റും. എന്താണ്ട് കണ്ടോ? എന്താണ് കാണിക്കുന്നത്? 10-26 വയസ്സായിട്ടാണ്. നമ്മൾ ഒരു തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് കോരി പിടിക്കാം. അലിഗേറ്റർ ആറിന് ഫീഡ് ചെയ്യാനുമുണ്ട്. ഇവർ രണ്ടുപേരും ഉണ്ട്. രണ്ടുപേരത്തെ വേറെ തളിച്ചിരിക്കുകയാണല്ലേ. നമുക്ക് ഇതുകൊണ്ട് പിടിച്ച് നോക്കാം. ചൂണ്ടയൊക്കെ കിട്ടുമെങ്കിൽ ചൂണ്ട വെച്ച് പിടിക്കാം. നമ്മൾ മാനത്ത് കണ്ണി പിടിക്കാൻ പോകണം. ഇവിടെ ഒരു തോടുണ്ട്, അപ്പോൾ അവിടെയാണ് പോകണം. നിനക്ക് മീൻ പിടിക്കാൻ അറിയോ? സാധനങ്ങളൊക്കെ കയ്യിലുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. അതെ, എൻ്റെ അച്ഛനും ഫിഷർമാനാണല്ലേ. പോകണം നിക്കറൊക്കെ ഇട്ട്. എന്തായാലും തോട്ടിലാണ് നമ്മൾ പോകുന്നത്. വീട്ടുകാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് തോട്ടിലാണ് പോയത്, ആറ്റിലല്ല. നമുക്ക് നല്ല വലിയ മീൻ ഇട്ടിട്ടുണ്ട്. വലിയ സ്രാവിനെ പോലെ മീൻ ഇട്ടിട്ടുണ്ട്. ഇത് പൊരിച്ചു വേണമെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനില്ല. കഴിക്കാറാ ചാടിയെ കൊല്ലും. ഇന്നലെ തറക്കണം ചത്തടാക്കും ഒട്ടിയിരിക്കണം. എടേ ഇറങ്ങിപ്പോടാ മണ്ടാ. മണ്ട മീൻ ഇനി വെള്ളം വേണം. നമുക്ക് മീൻ, കുഞ്ഞു മീനുകൾ അലിഗേറ്റർ ആറിന് ഫീഡ് ചെയ്യാം. കഴിച്ചാറാ 5 നമുക്ക് ഇനി നമ്മൾ ആദ്യം തന്നെ ട്രൈ ചെയ്തപ്പോൾ കിട്ടി. അറ്റം പറ്റിപ്പോയാ ഒന്നുകൂടെ ട്രൈ ചെയ്താൽ താഴെ അറ്റം പോ. അങ്ങ് അടിക്കറ്റ് കിട്ടി. കുഞ്ഞു മീനുകളെ കിട്ടുന്നുണ്ട്. ഒരെണ്ണം കൂടെ കിട്ടും. സാറാ ഇങ്ങനെ ഫീഡ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞു മീനെ കിട്ടും. നീ ചാടും. മീനുണ്ട്. ചാടൂടാ, അത് നല്ല വിട്ടിൽ ഇവിടെ നടക്കണം. മീൻ മാന തന്നെയാണ് മീൻ. അങ്ങനെ ചാടൂല. എന്റെ കയ്യിൽ നിന്ന് ചാടും. നീ അങ്ങോട്ട് പോയാ ആ കുഞ്ഞിനെ അങ്ങോട്ട് കയ്യ ചവിട്ടി മറിച്ചോണ്ടോ പയ്യെ കാലത്തല്ലേ. പാമ്പിനെ കൊണ്ടുവരും. നമുക്ക് വീണ്ടും ഒരെണ്ണം നിൽക്കും. ഇതാണ് മീൻ കാണിക്കല്ലോ. ചത്തുപോയി ഗൈസ്. ഇല്ല, കുഞ്ഞു മീൻ ചത്തുവെന്ന് പറഞ്ഞൂടാ. അടുത്ത മീനൊക്കെ നല്ല കുഞ്ഞു മീനുകളാണ് കേട്ടോ. നമ്മൾ അലിഗേറ്ററുകാരൊന്ന് തിന്ന് ചടിപ്പിക്കും. മീനില്ല, പക്ഷേ ഏതോ വീട്ടിലെ മടപ്ലാച്ചി സാധനത്തിന് കിട്ടി. ട്രിക്സ് പറഞ്ഞു തരാം പ്രവീൺ, നീ കേട്ടോ? നിനക്ക് അറിഞ്ഞൂടാ? നീ മറ്റേ വീട്ടിൽ കിടന്നു കൊച്ചാണ്. നിനക്കിതൊന്നും അറിഞ്ഞൂടാ.
നീ ഓടെ കിടന്നോളാം വാ. ഓടെ കിടന്നോളാം മുഖം കാണിച്ച. നമ്മൾ പാവപ്പെട്ട നമ്മൾ നാട്ടുപുറത്തുകാരാണ് നമ്മള്. വാവ് ഒന്നും കിട്ടിയില്ല. എന്ത് നീർക്ക് വലിയ പാമ്പന്തേലാടി. വലുതല്ല കയറണം പിന്നെ വലുതിന് ക്യാറൂടെ ചവിട്ട് പിടിക്കണം. ചാടിപ്പോടും സാധനം ചാടിപ്പോടും. ചാടിയോ? ചാടി പോയില്ല, അപ്പൊ പോവായിരുന്നു. താങ്ക്സ്. അത് എങ്ങനെ ഓടെ കിടന്നോളാം തന്നെ സമ്മതിച്ചു. നമ്മൾ തോട്ടിൽ മീൻ പിടിക്കാൻ തീരുണ്ടോ? ഇവിടെ കുഞ്ഞു കുഞ്ഞു മീനെ കിട്ടി. അതിൻ്റെ അതിരിപ്പുണ്ട് മീനുകളും. മീൻ പിടിക്കാറുള്ളത് 2 പൊട്ടന്മാരാണ് ഇരിക്കുന്നത്. ഇത്ര വെള്ളമേ ഉള്ളൂ. ഒരു കുഞ്ഞി തോടാണ്. ഉണ്ടോ? കണ്ടോ. സോറി, അറ്റം ചേർന്നില്ല. കുറേ എയറോപ്ലെയിൻ മീനെ കിട്ടി. കണ്ടോ? ഇതാ പോകും. പരിശ്രമത്തിലാണ്. നടക്കുമല്ലോ അല്ലേ? കിട്ടിയാ? കിട്ടിയില്ലേ? ഈ എയറോപ്ലെയിൻ എങ്ങനെ കയറണം? ഉണ്ടോ? അതെ, ഇങ്ങോട്ടോ. കുഞ്ഞാണോ വലുതാണോ? അത്യാവശ്യം വലിയൊരു മീൻ. അയ്യേ. ഓക്കെ ഗൈസ്, നമുക്ക് ഒരു മീനെ കിട്ടി. ഇപ്പം കുപ്പിക്കകത്തോണ്ടിടാം. പിന്നെല്ലാം ഉണ്ട്. അടേ അത് പോയി കേട്ടോ. ഇതെവിടെ പിടിച്ചാൽ ഇപ്പം കിട്ടും. ഇതാ പോണു. പക്ഷേ ലോക്കി പൈസ 2 പേടത്തുണ്ടന്മാര് നിന്ന് പിടിക്കുകയാണ്. അല്ല, ഒരു പേടത്തുണ്ട് നിന്ന് പിടിക്കുകയാണ്. എന്താണ് അവളെ? അതെന്തോ പാമ്പനെ ചവിട്ടി കാണും. ഇതെന്താ സാധനം? ഇതിന്റെ പേരെന്തോ? അയ്യേ, ഇത് കിട്ടില്ല. മീനെ നമുക്കിപ്പോൾ ഒരു 10 മീനിനെ അടുപ്പിച്ച് കിട്ടിയല്ലേ? അലിഗേറ്റർ ഇന്ന് ഫീഡ് ഉണ്ടായി. ഇന്ന് മാത്രം ഫീഡ് ചെയ്താൽ പോരല്ലോ. കലങ്ങാത്തോണ്ട് അറ്റം കയറ്റിയറാ. എന്തെങ്കിലും ഉണ്ടോ? സോറി, ഒന്നുമില്ല. തുണി കണക്കാൻ വന്നു. കേട്ടോ മീൻ. പക്ഷെ കണ്ണീര് പോലത്തെ ഉള്ളു. ചേർക്കുന്നില്ല, അറ്റം ചേർന്നില്ല. ഗൈസ്, വീണ്ടും ഒരു മീനിനെ കിട്ടി. വീണ്ടും 2 മീനിനെ കിട്ടി. അപ്പം ഇത് കളയാതെ എടുത്തിടണം. നിൽക്കുക, ഞാൻ ഇതുകൊണ്ട് അവിടെ വെച്ചിട്ട് വരാം. ഇതിവിടെ വയ്ക്കാം. 3 കളയല്ലേടെ ഇതും കൊണ്ടുപോയി. ഇല്ല, പൊന്നു പോലെ നോക്കിക്കോളാം. യെസ്, വീണ്ടും മീനായി. ഇത്രയും മീനായി കണ്ടോ? കുഞ്ഞു മീനാണെങ്കിൽ ഇത്രയും കിട്ടി. വലിയ മീൻ കിട്ടി. വലിയൊരു പരലിനെ കിട്ടി. അങ്ങനെയും പറയാം. ഇങ്ങോട്ടുണ്ടോ? ഇത് ചാടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനെ ഇങ്ങോട്ട് എടുത്തിടാം. ഇതിൻ്റെ അതിൽ
തിളക്കം നോക്കിക്കൊണ്ട് തന്നെ ഇപ്പൊ താഴെ ചാടും. ഇതിപ്പോ തന്നെ ചാടും തോന്നുന്നു. അടുത്തെടുത്തില്ല മീന് കാണിച്ചു തരാം കേട്ടോ. കഴിവിയൊക്കെ ഇടുന്ന ഒരുത്ത് ചാടും നാട്. ആ ഇങ്ങനെ വയ്ക്കാം. ഇതിനെ കുറച്ച് പൊക്കി വയ്ക്കും. താഴെ ചാടിയും ചത്ത കിടക്കട്ടാണ്. ഇവിടെ ഇരുന്നോ, താഴെ ചാടല്ലേ. ഞാൻ സേഫ് സോണിൽ കയറി, കല്ലിൽ കയറി. അറ്റം ചേർത്തെടുത്തോ. ഇപ്പം ആരും ചാടിയില്ല. വലുതാ. കയ്യിലുള്ള പാമ്പോ നീർക്കോലി കയറുന്നുള്ള പേടിയുള്ളൂ. കുഞ്ഞു മീനാ, പിന്നല്ല അത്യാവശ്യം വലുതല്ലേ. തരുമോ നിക്ക്. വേണ്ട, ഇതാണ് കിട്ടുന്ന മീൻ. ഇതല്ല കിട്ടിയ ചാടല്. ഇതാ ചാടി ചോടിയ കുഞ്ഞു പന്നി. അടുത്ത് ചാടി. നിങ്ങൾക്കെ എന്തിൻ്റെ അസുഖമാണ് തെണ്ടികളെ. അങ്ങനെ എടുത്തിട്ടു, അതിനെ പറക്കിയിട്ടു, എന്നിട്ട് തടച്ചു വെച്ചു. ഇനി ചാടിയാ നീ ചത്ത വളക്കണം. അടുത്തവന്മാരെ പിടിച്ചോണ്ടിരിക്കണം. പക്ഷേ ഇത് നമുക്ക് മീൻ പിടിക്കാറില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. തുണി നനയ്ക്കണോടാ. ഇളവി മീൻ പിടിച്ച് ഇളവി രണ്ടിന്. ഞാൻ വീണ്ടും വെള്ളത്തിൽ ഇറങ്ങുന്നത് വിളിച്ചു. ഇതിവിടെ ഇത്ര വെള്ളമുണ്ടോ, കുഞ്ഞു സ്ഥലം. അപ്പോൾ അവരിനി അവിടെ നിന്നാണ് മീൻ പിടിക്കുന്നത്. നല്ല സ്പോട്ട്. അമ്മേ അറ്റം നമുക്ക് ഒരെണ്ണം കിട്ടി. നമുക്കൊന്നും കളയണ്ട, എല്ലാം കൊണ്ട് അതിൻ്റെ അത്ര. കാരണം അലിഗേറ്റർ 2-3 ദിവസമായിട്ട് ഒന്നും തിന്നാതെ നടക്കുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും കളയാൻ പറ്റില്ല. നമുക്കത് അടച്ചു വയ്ക്കാം. നമുക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ടോ, വലുതും ചെറുതൊക്കെ ആയിട്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. വാവ്, നല്ല നൈസ് സ്പോട്ട്. അവർക്ക് തുണി നനയ്ക്കാൻ തോന്നുന്നു. എന്താണ് വീട്ടിൽ കൊണ്ടുപോകണമല്ലേ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലെത്തി. ഇങ്ങതാ ആരെയോ ചെരുപ്പ്. ഇതാണ് സ്ഥലം കണ്ടോ, കൊള്ളാല്ലേ. ഏതാ കാടാണോ. ഓ, മീനെല്ലാം ഓടിച്ച്. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുന്നോ. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം സേഫാണോ. ഓക്കെ, നമുക്കിതോടെ ഇങ്ങനെ വെച്ചാൽ മര്യാദയ്ക്ക് വീഡിയോ എടുക്കാം. ഇവിടെ അടങ്ങിയിരിക്കുമോ. അവിടെ ഇരുന്നു. ഇവിടെ മീൻ പിടി തുടങ്ങി. വലിയ മീനിട്ട് നമുക്ക് വർക്കായിരുന്നു. അറ്റം കയറിയില്ലാരും. എത്ര എണ്ണം കിട്ടി. 2 എണ്ണം കിട്ടി. 2 കുഞ്ഞപ്പി. തരൂ മീന് തരൂ. താഴെ ഇടരുത്. തിരിക്കോ. അങ്ങനെയല്ല, ഇങ്ങനെ തിരി. കൈ ഈ മണ്ണെന്നെ കൊടുത്തത്. ഇവിടെ ചാടിയ സീനാണ് കേട്ടോ. പക്ഷെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. വീണ്ടും ട്രൈ. പക്ഷെ അതെന്തോടാ എൻ്റെ അടുത്തിങ്ങനെ എന്തത് കണ്ടോ. പേടിക്കണ്ടോ. ക്യാച്ച്.
താങ്ക്സ്. കിട്ടിയില്ല, മണ്ടായി. 2 മണ്ടന്മാരാണ്. ഇവ കളിച്ചത് മര്യാദയ്ക്ക് ഇരുന്നിട്ട് ഇത് കണ്ടല്ല ഇവൻ കാണിക്കണേ. ഞാൻ പിന്നെ എൻ്റെ ഇറങ്ങാത്തോണ്ട് എനിക്കൊന്നും പറയാനും പറ്റില്ല. കണ്ട സ്ഥലം ഒരു രക്ഷയില്ല. ഇവനെ കൊണ്ട് പറ്റില്ല. നീ ഇറങ്ങിയോ? നിന്റെ കയ്യിൽ മാത്രമുള്ള ഉടക്കണം, നിന്റെ കയ്യിൽ ഉടക്കണം. പക്ഷെ അവർ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. കിട്ടിയില്ല. അമ്മമാരോടെ മീൻ പിടിക്കണം. ഞാൻ ഒരു കുപ്പി അന്വേഷിച്ച് ഇറങ്ങിയതാണ്. കുപ്പി കിട്ടുമോ? കുപ്പി കിട്ടിയാൽ അതിൻ്റെ അകത്ത് മീനുടെ എളുപ്പമായിരിക്കും. എവിടെയൊന്നും കുപ്പി കിട്ടുമെന്ന് തോന്നുന്നില്ല. നല്ല രസമുള്ള സ്ഥലം കണ്ടോ. വയലല്ലേ ഇപ്പോൾ വെള്ളച്ചാട്ടം അടിപൊളി. കുപ്പി നോക്കട്ടെ, കുപ്പി ഉണ്ടോ നോക്കട്ടെ. ഈ സമയം നമുക്കൊരു കുപ്പി കിട്ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മീനിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് കാണാനും പറ്റും. ഇതാണ് അവന്മാർ മീൻ പിടിക്കുന്ന സ്പോട്ട് തോന്നിക്കുന്നുണ്ട്. നമുക്കൊപ്പം അങ്ങോട്ട് ഇറങ്ങിപ്പോകാം, കുപ്പിക്കകത്ത് മീൻ വിടാം. അതാണ് കുറച്ച് ബെറ്റർ. ഇതിൻ്റെ അത്ര പതിയെ ഇറങ്ങിപ്പോകാം. ഇല്ല കുപ്പിക്കകത്ത് മീൻ കിട്ടിയണ്ട വരാൻ. അവർക്ക് വീണ്ടും കിട്ടി. നമുക്ക് തുറന്നിട്ട് മീനൊക്കെ പിടിച്ചിടാം. ഇവൻ പറഞ്ഞോണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നമ്മൾ ചൂണ്ടയിട്ട് വലിയ മീൻ പിടിക്കുമായിരുന്നു. സത്യം. നമ്മളവിടെ വല വീശിക്കില്ലേ? അതെ അതെ ആറ്റില് കണ്ടോ, ഇത് ചിന്നിട്ട് ആറ്റില് അതങ്ങനെ ഇട്ടാ പോവില്ല. കറക്റ്റ്. ഇതുണ്ടോ മീനുണ്ടോ? അലിക്കേറ്റർ ആള് ഇതുണ്ടോ? ഇത്രയും മീനെ കിട്ടി. ആദ്യം മീൻ പിടി. നീയാണ് ആദ്യം എത്താള്, ഇങ്ങനെ ഒഴിച്ചങ്ങോട്ടാണ്. നീ ആദ്യം കോരി എനിക്കായിരുന്നു. നമുക്ക് 3 എണ്ണം ഒന്നല്ല കിട്ടിയത്, നമുക്ക് കുറേ കിട്ടി. അവിടെ ഒരു കപ്പ ഉണ്ട്, അത് വെച്ചിരിക്കുകയാണ്. സ്ഥലം ഒരു രക്ഷയില്ലാണ്ടോ. നടക്കുമോ ഇന്ന്? ഇതൊരു മീൻ കിട്ടി, നമുക്ക് പറക്കിയിടാം. ബാക്കിയുള്ള മീൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണോ താഴെ പോവോ? കുറച്ച് ചാവൂടെ ഇത് ഇടഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കയറി പോകണം. രണ്ടും പേടത്തുണ്ടും ആണ്ട താഴക്കണല്ലേ. ആ 2 എണ്ണത്തിന് കിട്ടി. പിടയ്ക്കുന്നു പിടയ്ക്കണ മീൻ പേടിക്കില്ല. വിഷയം എന്തോണ്ടോ മീൻ കിട്ടുന്നു അതിൻ്റെ ഇടയിൽ. കുഞ്ഞു മീനായിരിക്കില്ല, നീർക്കോലിന്റെ തലയായിരിക്കും. കൊന്നാ കാര്യം അത് തലയിൽ ഇറുക്കിറുക്കിയിട്ടാണെന്നോണ്ട് എനിക്ക് മേടിക്കുന്നത്. ഇതാരൊക്കെ വിശേഷങ്ങൾ മീനൊക്കെ ഉണ്ടോ? ചാടനെങ്കിൽ കൊല്ലും നിന്നെ. കൊള്ളാല്ലേ? ചാട്ടനെങ്കിൽ കൊല്ലും. വളർത്തണ്ട, പൊരിക്കുക. നമ്മൾ ഇവിടുത്തെ മീൻപിടുത്തം അവസാനിപ്പിച്ചു. കുറേ നേരമായി, കുറച്ചൊക്കെ കിട്ടി. അവിടെ ഇത്രയും കുപ്പി കിട്ടി. പിന്നെ ഈ സാധനത്തിനകത്തുണ്ട്. അതാണ്ടോ, കൊള്ളാമല്ലേ? വാവ്, കുഞ്ഞു മീനുകൾ. തുമ്പ പറിക്കാൻ വെച്ചോണ്ടോ ഇത്രയും മീൻ കിട്ടി. നമുക്ക് ഇന്ന് അലിഗേറ്റർ ഫീഡ് ചെയ്താൽ കുറേ മീനൊക്കെ ചത്തുപോയി. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് അലിഗേറ്റർ ഫീഡ് ചെയ്യില്ലേ. അപ്പം കഷ്ടപ്പെട്ട 2 പേർക്കും ഇന്ന് ഇവൻ്റെ വക തന്നെ നമുക്ക് ഇവൻ്റെ വീട്ടിൽ പോയി ചൊറിഞ്ഞു. കമോൺ. ഈ വാഴക്കൊലയും മക്കളത്തല്ലേ ഇതാരാണ്? കേട്ടോ, ഇതാണ് സ്ഥലം. ഇതെല്ലാം അഭിഷേകിൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. ഇതാണ് അഭിഷേക്, ഇത് പ്രവീൺ. ഓക്കെ, അവൻ്റെ ടീഷർട്ടാണെന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കുറുക്കിലും എൻ്റെ പുറകിലും കാണും. അപ്പോൾ നമുക്ക് എത്താൻ എന്തായാലും കണ്ടോ, മീൻ കുഞ്ഞുങ്ങളെ ജീവനോടെ നശിപ്പിക്കുന്നു. പക്ഷേ ഇതിന് അലിഗേറ്റർ ഇതെല്ലാം തിന്നുമായിരിക്കും. നോക്കാം. ഓക്കെ അങ്ങനെ നമ്മൾ കഴിക്കാൻ പോവാണ്. ഇതിനെ കൊണ്ടുവന്ന് അലിഗേറ്ററിൻ്റെ വൈകുന്നേരം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്തായാലും ചത്തു പോയിരിക്കും. ഇപ്പോഴേ എല്ലാം ചത്തു ഡെഡായി ഉണ്ട്. ഇപ്പോൾ പൂവൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ചരമ ആഘോഷിച്ച്. അപ്പോൾ നമ്മൾ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, രക്ഷയില്ല. പിന്നെ തൊട്ടടുത്താണ് അവൻ്റെ വീട്. അവിടെ ഇപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. നീ ഇവിടെ കൊണ്ടുകളെ അലിഗേറ്റർ തന്നെ ഉണ്ടാക്കി. ഇവനാണ് ദുഷ്ടൻ. നീയാണ് ഏരിയ കാണിച്ച് ഈ മീനുകൾ അത്രയും പിടിച്ചെന്ന്. നമുക്കിങ്ങനെ പൊരിച്ചാലേ ഒരിക്കലും ഇല്ല മണ്ടായത്.
ഇത്ര സൈസ് വേണം. പക്ഷെ അതൊക്കെ ഇതുണ്ട്. ഈ മണ്ടന്മാരെ കൊണ്ടൊന്നും കിട്ടുകയൊന്നുമില്ല. ഇവനല്ലേ ഏയ് അത് നിനക്ക് പിടിക്കാറിയാമോ അഭിഷേക്? കണ്ട് കരയാണ് അവിടെ കിടന്ന്. കരിയില വന്ന് കാലി തട്ടിയപ്പോ കാല് പൊക്കിക്കൊണ്ട് പോണുണ്ടല്ലോ. അത് കാര്യമല്ല. നീ എന്തിനു തറ ഞാൻ പിന്നെ കരിയിലല്ലോ പിന്നെ. നീ പണ്ട് ഇത്രയും മീനിനെ കൊന്നിട്ട് നടക്കണം നോക്കും. മീൻ പിടിക്കാൻ പോയതാണ്. കൊലപാതകി അശ്വിനും അഭിഷേകും. നീ ഒന്നും പറയണ്ട, നീ ഇതിനെ കൊന്നില്ലടാ. അതിൽ പൂവും വെച്ചു കൊടുത്തു, ചരമ ആസ്വദിച്ച. കൊല്ലാൻ തോന്നുന്നു എനിക്ക്. നീ ഒന്നും പറയണ്ട. നീ ഇതിനെ തറയിൽ തലയെ പിടിച്ചല്ലേ എടുത്ത. ബക്കറ്റ് എടുത്തിട്ട് വാളാന്ന് പറഞ്ഞപ്പോ ബക്കറ്റ് പാവം മീനുകൾ കണ്ടോ ചത്ത് കിടക്കുന്നു. അലിഗേറ്ററിന് ഫീഡ് ചെയ്യാൻ ആയോണ്ട് നിന്നെ വെറുതെ കിട്ടും. അല്ലെങ്കിൽ ഇതൊക്കെ നിന്നെ കൂടെ തിങ്ങിച്ചേ. അല്ലെങ്കിൽ നീ ഇതിനെ അയ്യോ പട്ടി, നീ പട്ടി കടിക്കോ? ഈ പൊട്ട ഇതുവഴി ആയിരിക്കും നമ്പർ. പട്ടി കടിക്കോ? പോടാ പിടി കയറിപ്പോടാ. പട്ടി പേടിയുണ്ട് കേട്ടോ. പട്ടിക്ക് പട്ടീനെ അവർക്ക് എന്തായാലും അലിഗേറ്റർ കിടക്കുന്ന കിടപ്പ് കണ്ടില്ല. ഇത്രയും സൈസ് ആയിട്ടുണ്ട്. നല്ല വീട്ടിലെ സൈസാണ്. വെള്ളമൊക്കെ വൃത്തിയാക്കി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. കുറച്ച് ചവറൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അത് വലയെടുത്ത് വാരിക്കളയാം. അപ്പോൾ കണ്ട അലിഗേറ്റർ രണ്ട് സൈസ് ഉണ്ട്. അതിൻ്റെ പ്രിൻ്റൊക്കെ ഉണ്ടല്ലോ. ഇന്ന് ഫീഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫീഡിങ് വൈകുന്നേരം കുറച്ച് കഴിഞ്ഞ് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വാലൊക്കെ ഉണ്ട്. വിഷയമില്ല. എന്തായാലും സെയിലിന് ഇട്ടിരിക്കുകയാണ് ഈ സംഭവം. എന്തായാലും കുറേ പേരൊക്കെ ചോദിച്ചെങ്കിലും പിന്നെ ഒന്ന് റിപ്ലൈ തന്നില്ല. എന്തായാലും ഈ സാധനം സെയിൽ ആയിട്ട് എന്തായാലും 2.5 അടി എന്താ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എന്തായാലും കൊടുക്കാമെന്ന് വെച്ചാൽ കാരണം ഇതിനകത്ത് എനിക്ക് കുഞ്ഞു മീനിനെ വാങ്ങിച്ചിടാനാണ് കുറച്ച് താല്പര്യം. കാരണം ഫീഡ് ചെയ്യാനും പറ്റണില്ല. അപ്പോൾ എന്തായാലും കുഞ്ഞു മീനായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ സാധനം കിട്ടില്ല, കിടന്ന അടിപൊളിയായിരിക്കും. പക്ഷെ വേറെ ടാങ്ക് ഉണ്ടെങ്കിൽ എടുത്തിട്ടായിരുന്നു. നോക്കട്ടെ, ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ കൊടുക്കില്ല, അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും കണ്ടോ സാധനം കണ്ടോ. അപ്പം ഇത് ഫീഡ് ചെയ്യണ വീഡിയോ നമ്മൾ എടുത്തില്ല, രാത്രിയാണ് കൊടുത്തത്. പിന്നെ എന്തായാലും ഫീഡ് ചെയ്യണ വീഡിയോ നമുക്ക് സെറ്റാക്കാം കേട്ടോ. വിളിച്ചടുത്തൊക്കെ വരും. പക്ഷേ കയ്യിൽ മീൻ വേണമെന്നേ ഉള്ളൂ. വരും, ഇവിടെ വരും. കണ്ടോ മോൺസ്റ്റർ കണ്ടോ പതിയെ വരും. കണ്ടോ ആവാം. അപ്പോൾ എന്തായാലും പിന്നെ ഫീഡ് ചെയ്യുന്ന വീഡിയോ നമുക്ക് നേരെ കിട്ടിയില്ല. നമുക്ക് എന്തായാലും അത് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മീൻ കാണിച്ചു തന്നില്ലേ. അപ്പോൾ മീൻ പിടിക്കാൻ പോയ കാഴ്ചകൾ കണ്ടില്ലേ. എന്തായാലും ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ. എന്തായാലും നിങ്ങൾ കണ്ടില്ലേ മീൻ പിടിച്ചതും മീനും കുഞ്ഞുങ്ങളും. അപ്പോൾ എന്തായാലും അലിഗേറ്ററിന് ഫീഡ് ചെയ്യുന്നതൊന്നും ഇതാക്കി എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും രാത്രി ആയിപ്പോയി കൊണ്ടിട്ടപ്പോൾ. അപ്പോൾ എന്തായാലും അലിഗേറ്ററിൻ്റെ സൈസും കാര്യങ്ങളും കണ്ടില്ല. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ചാനൽ ലൈക്ക് അടിക്കുക, വീഡിയോ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ബൈ ഗൈസ്.